നിലമ്പൂരിൽ മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. നിലമ്പൂരിൽ നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞു. അവിടെ UDFിൻ്റെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്ത് CPMൻ്റെ M സ്വരാജാണ്. മൂന്നാം സ്ഥാനത്ത് അൻവറും നാലാം സ്ഥാനത്ത് BJPയുമാണ്. എന്നാൽ ബൈ ഇലക്ഷൻ നടക്കുന്ന മറ്റ് ചില സംസ്ഥാനങ്ങൾ കൂടെ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ 2025 അവിടെയും എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഗുജറാത്തിൽ രണ്ടിടത്ത് ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. പഞ്ചാബിൽ ഒരിടത്തും കേരളത്തിൽ ഒരിടത്തും വെസ്റ്റ് ബംഗാളിലും ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുജറാത്തിലെ വിസവദർ, കാടി എന്നീ സ്ഥലങ്ങളിലെ 2 സീറ്റുകളിലേക്കും കേരളത്തിലെ നിലമ്പൂർ, പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ്, പശ്ചിമ ബംഗാളിലെ കാളിഗഞ്ച് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വിസവദർ സീറ്റിൽ AAPയുടെ ഗോപാൽ ഇറ്റാലിയ വിജയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഗുജറാത്തിലെ 2 സീറ്റിൽ വിസവദർ സീറ്റിൽ AAPയുടെ MLA ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. AAPയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ രണ്ടിടത്ത് മത്സരം നടന്നതിൽ വോട്ടെടുപ്പ് നടന്നതിൽ ഒരിടത്ത് BJPയും ഒരിടത്ത് AAPയുമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതേസമയം പഞ്ചാബിൽ ഒരു സ്ഥലത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പഞ്ചാബ് ഇപ്പോൾ ഭരിക്കുന്നത് AAPയാണ്. അവിടെ AAP തന്നെ തങ്ങളുടെ MLA സീറ്റ് നിലനിർത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുജറാത്തിലേക്ക് വരുമ്പോൾ വിസവദർ സീറ്റിൽ AAPയുടെ ഗോപാൽ ഇറ്റാലിയയും കാപ്പിയിൽ BJPയുടെ രാജേന്ദ്ര ചാവ്ഡായും വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള AAP ലുധിയാന വെസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ ട്രെൻഡുകൾ പ്രകാരം കാളിഗഞ്ചിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ വിജയിക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളും നിലവിലെ MLAമാരുടെ മരണത്തിലും കേരളത്തിലെയും ഗുജറാത്തിലെയും 2 MLAമാരുടെ രാജിയും തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ അനിവാര്യമായി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.